ചില യാത്രകൾ നമുക്ക് നൽകുന്ന ഓർമ്മകളും അനുഭവങ്ങളും നമ്മൾ ബോധപൂർവ്വം മറക്കാൻ ശ്രമിക്കും. കാരണം നമുക്കത് ഓർക്കാൻ ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെ ഒരു യാത്രയായിരുന്നു ഇത്. ലാസ്റ്റ് വീക്ക് നമ്മൾ പോയ ദുബായ് എയർ ഷോ. അപ്പോൾ ദുബായ് എയർ ഷോയുടെ ലാസ്റ്റ് ഡേ ആയിരുന്നു. നമ്മൾ വളരെ ആഗ്രഹിച്ചാണ് ടിക്കറ്റൊക്കെ എടുത്ത് ഞാനും ഹസ്ബൻഡും മക്കളും അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ മക്കളുമായിട്ടാണ് പോയത്. രാവിലെ എഴുന്നേറ്റ് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് പാക്ക് ചെയ്തിട്ടാണ് കൊണ്ടുപോയത്. ഇവിടെ പോകുമ്പോഴും കുഞ്ഞിതുവാക്കി അവിടെ പപ്പാടെ കൂടെ കുറച്ച് നേരം ഫ്രണ്ടിലിരിക്കണം, അല്ലെങ്കിൽ അവൾ ഭയങ്കര വിഷയം ഉണ്ടാക്കും. പിന്നീട് അവൾ ബാക്കിലേക്ക് വരുള്ളൂ. അപ്പോൾ നമ്മളൊരു 12 മണി ആയതോടുകൂടി നമ്മൾ മക്തൂം എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം 1 വയസ്സ് തൊട്ട് 17 വയസ്സ് വരെയുള്ള മക്കൾക്ക് ടിക്കറ്റൊക്കെ ഫ്രീ ആയിരുന്നു. ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരുപാട് ഫ്ലൈറ്റുകളും അതുപോലെ തന്നെ ഹെലികോപ്റ്റർ, മിലിറ്ററിയുടെ വണ്ടികളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാം, അതിനൊപ്പം ഫോട്ടോ എടുക്കാം, നമുക്കതൊക്കെ എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആൺമക്കൾക്ക് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. ആൺകുട്ടികൾക്ക് ഇതിനോടൊക്കെ ഭയങ്കര ക്രേസ് അല്ലേ. അപ്പം മക്കളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഫുഡ് കൊണ്ടുപോയത് വളരെ കാര്യം അതൊക്കെ കഴിച്ച് റിലാക്സ്ഡ് ആയിട്ട് 1:30ക്കാണ് എയർ ഷോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗാലറിയിൽ. അതൊക്കെ നമ്മൾ വകവയ്ക്കാതെ കാത്തിരുന്നു. അപ്പോൾ പല കൺട്രീസിനെയും റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള എയർ ഷോസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ തന്നെ അഭിമാനമായ സൂര്യകിരണിൻ്റെ നല്ല ഒരു ഷോ തന്നെ ഉണ്ടായിരുന്നു അവിടെ. അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് വളരെ പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. ഇൻ ബിറ്റ്വീനാണ് നമ്മളെല്ലാവരും കേട്ട് ഞെട്ടി ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത്. നമ്മുടെ തേജസ് ക്രാഷ് ആയിരിക്കുന്നത് ന്യൂസിൽ മാത്രമേ നമ്മളിങ്ങനെ ഫ്ലൈറ്റ് ക്രാഷിനെ കുറിച്ചൊക്കെ കണ്ടും കേട്ടിട്ടൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മുന്നിൽ, നമ്മുടെ കൺമുന്നിൽ തൊട്ടടുത്ത് സംഭവിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ഷോക്കാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുവരെയും നമ്മളെ എൻജോയ് ചെയ്യിച്ച് നമ്മളെ പ്രൗഡിലാക്കിക്കൊണ്ടിരുന്ന ആ ഒരു മനുഷ്യനും ആ ഒരു ഫ്ലൈറ്റും നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ സത്യം പറയാൻ നമുക്ക് ഭയങ്കര ഒരു വിഷമമാണ് ഉണ്ടാകുന്നത്. നമ്മുടെ രാജ്യത്തിനെ പ്രതിനിധീകരിച്ചു കൊണ്ടുവന്ന് ഇത്രയും അഭിമാനമായിട്ട് നിന്ന് നല്ല കഴിവുള്ള ഒരു യങ്ങായിട്ടുള്ള ഒരു മനുഷ്യനും ഒരു ഫ്ലൈറ്റും. ഇനി അവരില്ല എന്നറിയുമ്പോൾ ആ ഒരു നിമിഷം നമുക്കുണ്ടായ ഒരു ഷോക്ക് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല.